കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായ കൊല്ലം പെരുങ്കുളം ഗ്രാമം അക്ഷരാർത്ഥത്തിൽ സൂപ്പർ ഹിറ്റാണ്. 200 മീറ്റർ ഇടവിട്ട പുസ്തക കൂടുകൾ സ്ഥാപിച്ച് ഡിജിറ്റൽ യുഗത്തിൽ പുസ്തകങ്ങൾക്കായി സാംസ്കാരിക പ്രതിരോധം തീർക്കുകയാണ് പെരുങ്കുളം ബാപ്പുജി സ്മാരക വായനശാല. നമ്മുടെ ഈ പെരുങ്കുളത്തിലെ ഒരു പ്രത്യേകതയാണ് കണ്ടല്ലോ, നമ്മുടെ വഴിയോരങ്ങളിൽ വരെ പുസ്തക പെട്ടികൾ വെച്ചിട്ട് വായിക്കാനുള്ള സൗകര്യമുണ്ട്. അത് മുമ്പ് കൈരളി വാർത്തയാക്കിയതാണ്. ഇതിപ്പോൾ അത് പൊതുവിജ്ഞാനമാണ് എനിക്ക് കിട്ടിയ പുസ്തകം. ഇതിനകത്ത് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ, പ്രത്യേകിച്ച് ശാസ്ത്ര അവബോധം ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സമയം കൂടിയാണത്. എല്ലാ വസ്തുക്കളും അസന്തുലിതമായ ബലത്തിന് വിധേയമാകുന്നതുവരെ സ്ഥിതിയിലോ നേരരേഖ സമചലത്തിലോ തുടരുന്നതാണ്. അതായത് ലോ ഓഫ് ഇൻസെർഷ്യ എന്ന് പറയുന്ന അതിനെക്കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. 2021 ജൂൺ 19 വായനാ ദിനത്തിൽ കേരള ഗവൺമെന്റ് പെരുങ്കുളം ഗ്രാമത്തെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ചു. വായനയ്ക്ക് മരണമില്ലെങ്കിലും പുസ്തക വായനയെ പ്രോത്സാഹിപ്പിക്കാൻ ബാപ്പുജി വായനശാല ഗ്രാമവീഥികളിൽ പുസ്തക കൂടുകൾ സ്ഥാപിച്ചു. ഇരിപ്പിടങ്ങളും ഒരുക്കി. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പോലെ പുസ്തക കൂടും വൻ ഹിറ്റ്. ഇത് ഈ നാട്ടുകാർക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ഉപകാരമാണ്. അവിടെ വരെ റോഡിന് പുറത്ത് പോകണ്ട, അടുത്ത് തന്നെ പുസ്തകക്കൂടുണ്ട്. അവിടെ ചെന്ന് വായിച്ചാൽ മതി. ഞങ്ങൾ പുസ്തകമൊക്കെ എടുക്കാറുണ്ട്. എൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടെ വന്ന് പുസ്തകം എടുത്തിട്ട് വേറൊരു പുസ്തകം തിരിച്ചിട്ട് പോകാറുണ്ട്. ഞാനൊരു 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പം ഇതിവിടെ ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് വേറെ വായനശാലകളിൽ പോയി വായിക്കാൻ പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് വായിക്കാൻ പറ്റും. ഇനിയും പുസ്തക കൂടുകൾ സ്ഥാപിക്കുമെന്ന് വായനശാല പ്രസിഡന്റ് രാജീവ് പെരുങ്കുളം പറഞ്ഞു. തുടങ്ങി വെച്ച പദ്ധതി നമുക്ക് വളരെ അഭിമാനമുണ്ട്. 2017 നമ്മൾ ഇതിന് ആദ്യമായ പരിശ്രമം നടത്തിയത്. നമുക്കിതിനുള്ള പ്രചോദനം കിട്ടിയത് അമേരിക്കൻ ആസ്ഥാനമായി ലിറ്റിൽ ഫ്ലീ ലൈബ്രറി എന്ന് പറയുന്ന പൊതുസ്ഥലങ്ങളിൽ പുസ്തക കൂടുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു സംരംഭത്തെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടാണ് 2017 നമ്മൾ പെരുങ്കുളം റേഡിയോ ജംഗ്ഷനിൽ ആദ്യത്തെ പുസ്തക കൂട് സ്ഥാപിച്ചു. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കാണ് നമ്മൾ കൂടുതൽ പുസ്തക കൂട് സ്ഥാപിക്കുന്നതിലേക്ക് നമ്മൾ എത്തുകയും ഇന്ന് 14 പുസ്തക കൂടുകൾ നമ്മുടെ ഈ ഗ്രാമത്തിന് വിവിധ പ്രദേശങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആളുകൾ പുസ്തകം എടുത്ത് വായിക്കുന്നുണ്ട്, പുസ്തകം വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. ഒരു പുസ്തകം എടുക്കുമ്പോൾ ഒരു പുസ്തകം തിരികെ വെക്കണമെന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. പക്ഷേ മിക്കവാറും തിരിച്ചു വെക്കുന്ന ഒരു പ്രവൃത്തി ഇതുവരെ നടന്നിട്ടില്ലെങ്കിലും ആളുകൾ പുസ്തകം വായിക്കുന്നുണ്ടെന്നുള്ളത് വായനശാല കമ്മിറ്റിയെ സംബന്ധിച്ച് വളരെയേറെ ഒരു അനുകൂലമായ കാര്യമാണ്. കുട്ടികൾക്ക് സിവിൽ സർവീസിൽ താൽപ്പര്യം വളർത്തുന്നതിനായി ബാപ്പുജി സിവിൽ സർവീസ് അക്കാദമി, ദേശീയ അന്തർദേശീയ നിലവാരമുള്ള അന്യഭാഷാ ചിത്രങ്ങൾ കുട്ടികൾ കാണുന്നതിനായി AC മിനി തിയേറ്റർ സ്ഥാപിച്ചും കുട്ടികൾ കണ്ടെത്തുന്ന ജില്ലയിലെ മികച്ച ഗുരുവിന് ഗുരുനന്മ പുരസ്കാരം അധ്യാപക ദിനത്തിൽ നൽകിയുമാണ് വായനശാലയുടെ പ്രവർത്തനങ്ങൾ. ഗ്രാമവാർത്തകൾ ഗ്രാമവാസികൾ എത്തിക്കുന്നതിനായി പെരുങ്കുളം കാഴ്ച മാസപത്രവും പ്രസിദ്ധീകരിക്കുന്നു. 2021 നമ്മുടെ ഈ പെരുങ്കുളം ഈ പ്രദേശത്തെ മുഴുവനും പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ചത്. അതിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തക സ്തൂപം ഇവിടെ നിർമ്മിച്ചത്. ഇതൊക്കെ നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതലാണ്. വെറും കാർഷിക ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ മരവും മാത്രമല്ല. ഈ ഡിജിറ്റൽ യുഗം ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും അന്യമായി പോയാൽ ഇതെല്ലാം നാളെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ കൂടിയാണിത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.